യുവമൊഴി പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന പ്രശസ്ത ഗാനരചയിതാവും നടനും എഴുത്തുകാരനും സിനിമാ നിർമ്മാതാവുമായ ശ്രീ ഹരിയേറ്റുമാനൂരിൻ്റെ വയലാറിൻ്റെ കാമുകഹൃദയം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ എൻ ജയരാജ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ടി പി ശാസ്ത്രമംഗലമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ ടി പി ശാസ്ത്രമംഗലമാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പുസ്തകം നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത നോവലിസ്റ്റായ വിനു എബ്രഹാമാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ ഹരിയേറ്റുമാനൂരിനെയും സ്വാഗതം ചെയ്യുന്നു. പുസ്തകം പ്രകാശനം ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ഡോക്ടർ എൻ ജയരാജ് സാറിനെ വേദിയിലേക്ക് ഏറ്റുവാങ്ങുന്നത് ടി പി ശാസ്ത്രമംഗലം സാറാണ്. അദ്ദേഹത്തെ നമ്മുടെ പുസ്തകം ഏറ്റുവാങ്ങിയ ഏറെ പ്രിയപ്പെട്ട, ഒരുപക്ഷെ കേരളത്തിലെ സിനിമാ ഗാനങ്ങളെക്കുറിച്ച് ഒരു ആഴത്തിൽ പഠിച്ച, എൻ്റെയൊക്കെ ഒരു ബാല്യകാലത്തിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ പാട്ടുകളുടെ നിരൂപണം ഞാൻ സ്ഥിരമായി വായിക്കുന്ന ഒരാളായിരുന്നു. പലപ്പോഴും നമ്മൾ കാണാത്ത പല കാഴ്ചകളും പല വാക്കുകളുടെയും അന്തരാർത്ഥങ്ങളും തെറ്റായ പ്രയോഗങ്ങളുമൊക്കെ തന്നെ മലയാളിയെ പരിചയപ്പെടുത്തിയ വളരെ സുപരിചിതനായ, പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തിലെ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായി ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള എം കൃഷ്ണനാഥ് സാറിൻ്റെ അനന്തവൻ കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വളരെ ദീർഘമായ വ്യക്തിബന്ധമുള്ള ഒരാളാണ് പുസ്തകം ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ശ്രീ ടി പി ശാസ്ത്രമംഗലം. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ നമ്മളോടൊപ്പം ഉള്ളത് എൻ്റെ നാട്ടുകാരനും മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനുമായ എൻ്റെ ദീർഘകാലത്തെ ആത്മസുഹൃത്തു കൂടിയായ ശ്രീ വിനു എബ്രഹാമാണ്. വേദിയിൽ നമ്മളോടൊപ്പം എഴുത്തുകാരൻ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ ഹരിയേറ്റുമാനൂർ, അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശകരായ പ്രസാധകരായ ഉയർമൊഴിയുടെ പബ്ലിക്കേഷൻസിൻ്റെ ശ്രീ ഗ്രാമീണൻ, മറ്റ് ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, ഒരു രാവിലെയായിട്ടായിരിക്കാം സദസ്സ് വളരെ കുറവാണ്. സദസ്സ് എത്ര കുറഞ്ഞാലും മലയാളിയുടെ മനസ്സിലെത്തും നിറഞ്ഞ സാന്നിധ്യമാണ് വയലാർ രാമവർമ്മ. അത് കാലം മലയാളവും മലയാളിയും ഉള്ളിടത്തോളം കാലം ഒരുപക്ഷെ ഒരുപാട് സിനിമാ ഗാനങ്ങൾ പിന്നീട് പുറമേ വന്നെങ്കിലും പുതിയ എഴുത്തുകാരൊക്കെ കടന്നു വരുമ്പോഴും മലയാളിയുടെ മനസ്സിലെ ഒരു ഗ്രഹാതുരത്വം ഉണർത്തുന്ന, അതോടൊപ്പം തന്നെ മലയാളിയുടെ ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് ഒരു 70കളുടെയും 80കളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്രണയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രണയം അവർക്ക് ആവിഷ്കരിക്കാനുള്ള അന്നത്തെ ഓട്ടോഗ്രാഫുകൾ, ഇന്ന് ഓട്ടോഗ്രാഫുകളില്ല, അന്നത്തെ ഓട്ടോഗ്രാഫുകളിൽ ഏറ്റവും കൂടുതൽ കുറിച്ചിട്ടുള്ള കവിതയിലെ വരികൾ ഒരുപക്ഷെ വയലാറിൻ്റെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ മലയാളിയുടെ ഹൃദയത്തിലെ നിത്യകാമുകനായി എഴുത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച വയലാർ രാമവർമ്മ ഒരുപക്ഷെ പരിചയപ്പെടുത്തലുകളോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. പക്ഷേ വയലാറിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുമൊക്കെ തന്നെ പല രീതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും വയലാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ കാമുക ഹൃദയത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു 3 ഘട്ടത്തിലൂടെ കടന്നുപോയ, അല്ലേ, 3 ഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു കാമുക സങ്കല്പത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് പ്രിയപ്പെട്ട ഹരി ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ആ പുസ്തകത്തെക്കുറിച്ച് ദീർഘമായി സംസാരിക്കാൻ തീർച്ചയായും ഞാൻ സമയത്തിൻ്റെ വളരെ ആധികാരികമായി പറയാൻ കഴിയുന്ന 2 ആളുകളുണ്ട്. ഞാനതുകൊണ്ട് കൂടുതൽ സമയം അപഹരിക്കുന്നില്ല. ഹരിയേറ്റുമാനൂർ എന്ന എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ ഏതാണ്ട് 1500ഓളം. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പല ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഈ ഭക്തിഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെയൊക്കെ പാട്ടുകളിലും അവരുടെയൊക്കെ റിംഗ് ടോണുകളിലും ഒക്കെ കേൾക്കുന്നത് ഹരിയുടെ പാട്ടുകളാണെന്നുള്ളത് പക്ഷേ കേൾക്കുന്നവർക്ക് പൂർണ്ണമായി അറിയാമോ എന്ന് എനിക്കറിയില്ല.
മലയാളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളെ അനുബന്ധിച്ച് അദ്ദേഹം എഴുതിയ ഒട്ടേറെ പ്രശസ്തമായ ഭക്തിഗാനങ്ങൾ ഇന്നും നമ്മൾ കേൾക്കുന്നതാണ്. ഒരുപക്ഷെ ക്ഷേത്രങ്ങൾ തുറക്കുമ്പോൾ ദൈവങ്ങൾ ഉണരുന്നത് യഥാർത്ഥത്തിൽ ഹരിയുടെ പല പാട്ടുകളും കേട്ടുകൊണ്ടാണ് എന്ന് പറയുന്നതിലൊരു അതിശയോക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര മാത്രം. അത് മാത്രമല്ല, അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ്, ഒരു എഴുത്തുകാരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സാംബശിവൻ എന്ന് പറയുന്ന മലയാളത്തിലെ പ്രശസ്തനായ നമ്മുടെ കാഥികൻ, അദ്ദേഹത്തെ നായകനാക്കിക്കൊണ്ട് ഒരു ചിത്രം അദ്ദേഹം 70കളിൽ 75കളിൽ 80കളിൽ അദ്ദേഹം പുറത്തിറക്കിയത് ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം സാംബശിവൻ ആദ്യവും അവസാനവും അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു അത്. അതോടൊപ്പം തന്നെയാണ് നാടകവേദിയിൽ ഞങ്ങളുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ എഴുത്തുകാരൻ, നാടകകൃത്ത്, നാടക നടൻ, അതോടൊപ്പം തന്നെ ഒരു ഭക്തിഗാനങ്ങൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എഴുത്തിൻ്റെ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ശ്രീ ഹരി ഏറ്റുമാനൂർ. അപ്പോൾ അദ്ദേഹത്തിന് വയലാറിൻ്റെ പല പഠനങ്ങളൊക്കെ അപ്പുറത്ത് വ്യത്യസ്തമായൊരു പഠനം വയലാർ കവിതകളെക്കുറിച്ചും വയലാറിൻ്റെ കാമുക സങ്കല്പത്തെക്കുറിച്ചും തീർച്ചയായിട്ടും അത് ഏറെ സന്തോഷമാണ്. അതൊരു പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 12-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തക ചർച്ച ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ അറിയാൻ, വയലാറിനെ ആഴത്തിൽ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും, കാരണം ഓരോ കവികളും വായിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ പുനർവായിക്കുമ്പോൾ അവരിലെ കൂടുതൽ അത് തെളിമയോടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ സന്യാസിനി എന്ന ഒറ്റ പാട്ടുകൊണ്ട് മാത്രം ഒരുപക്ഷെ വ്യക്തിപരമായി വയലാറിൻ്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട സന്യാസിനി എന്ന ഗാനം ഇന്ന് മലയാളി മറക്കാത്തൊരു ഗാനമാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന മറ്റൊരു പാട്ട് ഈ ഭൂമിയിൽ ഇനിയും ഒരു ജന്മം തരുമോ എന്നുള്ള വളരെ മനോഹരമായ ഒരാഗ്രഹം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഇനിയും വീണ്ടും ഒരിക്കൽ കൂടി ഈ ഭൂമിയിലേക്ക് പുനർജനിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ഒരു വലിയ വികാരത്തെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ കുറിച്ചിട്ടിട്ടാണ് വയലാർ രാമവർമ്മ വിടവാങ്ങിയത്. കയ്യിൽ ഇന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യുവാൻ വന്ന തുലാവർഷമേഘമേ, കമ്ര നക്ഷത്ര വീതിയിൽ ഇന്നലെ കണ്ടുപോ നീ എൻ്റെ രാജഹംസത്തിനെ എന്ന് വയലാർ മലയാളത്തിൻ്റെ മറ്റൊരു മഹാനായ എഴുത്തുകാരനെ കുറിച്ച് എഴുതിയ വഴികൾ പലപ്പോഴും ഞാൻ ഓർക്കുന്നു. അത് വയലാറിന് യോജിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വയലാർ ഇവിടെ ഇട്ടിട്ട് പോയ തൂവൽ, പിന്നീട് ഒരുപാട് എഴുത്തുകാർ ആ തൂവലിൻ്റെ സ്പർശം, ആ തൂവൽ കയ്യിലെടുത്ത് മറ്റൊരു ഒരുപാട് രചനകൾ, ഒരു പക്ഷേ വയലാറിനോട് സാദൃശ്യപ്പെട്ട ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കവി ഭൗതികമായി നമ്മളിൽ നകന്നു പോകുമ്പോഴും ആത്യന്തികമായി വയലാറെന്ന കവി നമ്മളോടൊപ്പം നമ്മുടെയൊക്കെ ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നു. അത്തരം ഒരു പ്രിയപ്പെട്ട കവിയെ, മഹാനായ കവിയെന്ന് ഞാൻ വിളിക്കുന്നില്ല, അതിലേറെ പ്രിയപ്പെട്ട കവിയെ ഒരിക്കൽ കൂടി നമുക്ക് മറ്റൊരു രീതിയിൽ പരിചയപ്പെടുത്താൻ മുൻകൈയെടുത്ത ഹരിയെയും അതിന് മുൻകൈയെടുത്ത് പബ്ലിഷ് ചെയ്ത ഉയർമൊഴിയുടെ പ്രിയപ്പെട്ട ശ്രീ ഗ്രാമീണനെയും ഏറ്റുവാങ്ങാനും അതോടൊപ്പം തന്നെ ഇതിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ കടന്നു വന്നിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഇത്തരമൊരു ചടങ്ങിൻ്റെ സാന്നിധ്യമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തകം സ്വീകരിച്ച ശ്രീ TP ശാസ്ത്രമംഗലം സാറിനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയ ആൾ കൂടിയാണ് TP ശാസ്ത്രമംഗലം. പുസ്തകം പ്രകാശനം ചെയ്ത ഏറ്റവും ആദരണീയനായ ഡോക്ടർ N. ജയരാജ് സാർ, പുസ്തകത്തിൻ്റെ അവതരണം നടത്തുന്ന എൻ്റെ ചിരകാല സുഹൃത്ത് ബിനു എബ്രഹാം, ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ ഹരി ഏറ്റുമാനൂർ, ഉയർമൊഴിയുടെ ശ്രീ ഗ്രാമീണൻ, സുഹൃത്തുക്കളെ, വയലാർ രാമവർമ്മയ്ക്ക് ലോകമെമ്പാടും ആരാധകരുണ്ട്. ഞാനും ഹരി ഏറ്റുമാനൂരുമൊക്കെ അതിലെ ചെറിയ കണ്ണികൾ മാത്രമാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് 1000 പാദസരങ്ങൾ എന്ന പേരിൽ വയലാറിൻ്റെ ഏതാണ്ട് എല്ലാ ഗാനങ്ങളെയും
സമഗ്രമായി പഠിച്ചുകൊണ്ട് എഴുതിയ ഒരു പുസ്തകം DC ബുക്സ് ഇറക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ 3-ാം പതിപ്പ് ആകുന്നു. ഹരി ഏറ്റുമാനൂർ മുമ്പ് എഴുതിയ വാ തുറന്നാൽ വയലാർ എന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ പേര് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം ഇങ്ങനെ പേരിടുമോ? പക്ഷെ ആ പുസ്തകം വായിച്ചപ്പോൾ അന്ന് ഞങ്ങൾ തമ്മിൽ വലിയ പരിചയമില്ല. പക്ഷേ പുസ്തകം ഞാൻ വരുത്തി വാങ്ങിച്ചപ്പോൾ അങ്ങനെ അല്ലാതെ അതിന് പേര് കൊടുക്കാൻ ഒക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം വയലാറിനെ ആരാധിക്കുന്ന ആർക്കും വാ തുറന്നാൽ വയലാറേ വരുള്ളൂ. അതൊരു സത്യമാണ്. പ്രാസമൊക്കെ ഒപ്പിച്ച് അദ്ദേഹം ഇട്ടെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അങ്ങനെയല്ല എന്ന് ആ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി. ഇന്നിവിടെ പ്രകാശനം ചെയ്ത വയലാറിൻ്റെ കാമുകഹൃദയത്തിന് അവതാരിക എഴുതാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. വയലാർ എഴുതിയിരിക്കുന്നതിൽ കൂടുതലും പ്രണയഗാനങ്ങളാണ്. വയലാർ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നാര് ചുംബിച്ചു, അവിടെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞ് നിർമ്മാതാക്കൾ പറയും. ഇങ്ങനെ ആവർത്തനം കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുകയാണ്, എങ്കിലും ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൽ വയലാറിൻ്റെ പ്രണയഗാനങ്ങളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഹരി ഏറ്റുമാനൂർ ഇതിനകത്ത് എല്ലാ ലേഖനങ്ങളും എഴുതിയിട്ടുള്ളത്. ചെറിയ ചെറിയ ലേഖനങ്ങളെന്നോ കുറിപ്പുകളെന്നോ പറയാം. പക്ഷേ അത് നമുക്ക് ഒന്ന് വായിച്ചാൽ അടുത്തതിലേക്ക് മുഴുവൻ വായിച്ചിട്ട് ഈ പുസ്തകം താഴെ വയ്ക്കും. അത്രയൊക്കെ പാരായണ യോഗ്യതയുള്ള ഒരു പുസ്തകമാണ്. വയലാർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഒരിക്കൽ പ്രഖ്യാപിക്കുകയുണ്ടായി, തൻ്റെ ഗാനങ്ങളെല്ലാം കവിതകളാണ് എന്ന്. സത്യനും പ്രേംനസീറും ഷീലയും ജയഭാരതിയും ഒക്കെ അവരുടെ ചുണ്ടുകളിലൂടെ വരുന്ന പാട്ടുകൾ കവിതകൾ തന്നെ എന്ന് അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു പ്രസ്താവമായിരുന്നു. അക്കാലത്തെ ഏറ്റവും പ്രശസ്തമായ സിനിമ വാരികയായ നാന അത് ഏറ്റെടുക്കുകയും പിറ്റേ ആഴ്ച മുതൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് വരികയും ചെയ്തു. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച എൻ്റെ അമ്മാവൻ M. കൃഷ്ണൻ നായർ, അദ്ദേഹം അതിനെഴുതിയ മറുപടി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ചലച്ചിത്ര ഗാനങ്ങൾ ക്ഷുദ്രവികാരങ്ങളുടെ ബഹിർസ്ഫുരണമാണ് എന്നാണ്. അതിനൊക്കെ വയലാർ പിന്നീട് മറുപടി എഴുതി. പക്ഷേ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് തിക്കുറിശി സാറിൻ്റെ, എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അദ്ദേഹം താമസിച്ചത്. അതുകൊണ്ട് കൊച്ചിലെ സാറെന്ന് വിളിച്ച് ശീലിച്ചതുകൊണ്ടാണ് ഞാൻ തിക്കുറിശി, എല്ലാവരും ചേട്ടനെന്ന് വിളിക്കുമെങ്കിലും ഞാൻ സാറെന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. സർവകലാ വല്ലഭനെന്നോ മലയാള സിനിമയുടെ കാരണവരോ എന്നൊക്കെ പറയാവുന്ന തിക്കുറിശി സാർ എഴുതിയ ഒരു അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞു, വയലാറിൻ്റെയും P. ഭാസ്കരൻ്റെയും ONV-യുടെയും എൻ്റെയും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, തിക്കുറിശി സാറിൻ്റെ, അദ്ദേഹം കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ടല്ലോ, ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഇപ്പോഴത്തെ കവികൾക്ക് കഴിവില്ല. അന്നും ഇന്നും സത്യമായി നിൽക്കുന്ന ഒരു അഭിപ്രായമാണത്, വയലാറിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും. വയലാർ മരിച്ചിട്ട് ഇപ്പോൾ 50 വർഷം കഴിഞ്ഞു. അരനൂറ്റാണ്ട് കഴിഞ്ഞ കവിയെ ഇന്നും മുക്കിനും മൂലയും മലയാളി എല്ലായിടത്തെല്ലാം അനുസ്മരിക്കുന്നു എന്നുള്ളത് തന്നെ, അദ്ദേഹം കാലാതീതമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ മാറ്റുരച്ച് നോക്കാൻ ഏറ്റവും ഉപകാരമായ ഒരു കാര്യമാണ്. എന്തായാലും അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ ഞാൻ നീട്ടുന്നില്ല. ഇവിടെ ഈ കൗണ്ട് ഡൗൺ ഉള്ളതുകൊണ്ട് പേടിയാണ്. എന്തായാലും പുസ്തകത്തെ പരിചയപ്പെടുത്തി സംസാരിക്കാൻ അദ്ദേഹത്തിന് സമയം കൊടുക്കണമല്ലോ. മറ്റൊന്ന്, ഈ 12-ാം തീയതി കൂടുതൽ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ഞാനും ഉള്ളതുകൊണ്ട് അന്ന് കൂടുതൽ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാവിധ ഭാവുകങ്ങളും, പ്രത്യേകിച്ച് എൻ്റെ അടുത്ത സുഹൃത്തായ ഹരി ഏറ്റുമാനൂരിന് ഇനിയും വയലാറിനെക്കുറിച്ച് തന്നെ എഴുതാൻ കഴിയട്ടെ. ഇത് അദ്ദേഹം കുറച്ച് പാട്ടുകൾ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ഇതിന് 2-ാം ഭാഗമോ 3-ാം ഭാഗമോ 50 ഭാഗം വരെ എഴുതാൻ കഴിയും എന്നുള്ളത് വ്യക്തമാണ്. അത് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഹലോ, നമ്മുടെ പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ വിനു എബ്രഹാം സാറിനെ. പ്രിയപ്പെട്ട ജയരാജ് സാർ, TP ശാസ്ത്രമംഗലം ചേട്ടൻ, നമ്മുടെ എഴുത്തുകാരൻ ഹരി ഏറ്റുമാനൂർ, ഗ്രാമീണൻ, പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ചെറിയൊരു ചിന്താക്കുഴപ്പത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ആ ചിന്താക്കുഴപ്പം ശ്രീ TP ശാസ്ത്രമംഗലത്തിനും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം 2 ദിവസം കഴിഞ്ഞ് ഇതേ പുസ്തകത്തിൻ്റെ ചർച്ച ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പറയുന്ന വാക്കുകളുടെ ഒരു ആവർത്തന വിരസത ഉണ്ടാകുക എന്നൊരു പേടിയുണ്ട്. കാരണം ഇതൊക്കെ എന്താണ് അന്നേരം പറയേണ്ടത്, ഇപ്പം പറയേണ്ടത്, അല്ലാതെ വല്ലതും പറയാൻ പറ്റുമോ എന്നൊരു ചിന്താക്കുഴപ്പമുണ്ട്. എങ്കിലും പുസ്തകത്തിൻ്റെ പ്രകാശനം എന്നുള്ളൊരു സന്തോഷകരമായ വേള അത് പങ്കിടുന്നതിൽ ഞങ്ങൾക്ക്
അനൽപമായ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആദ്യം കൃതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പരിമിതമായ സമയമാണ്, അതിലെ എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ടെന്ന്. എഴുത്തുകാരനെ പറ്റി കുറേയൊക്കെ പറഞ്ഞെങ്കിലും കുറേ പേർക്ക് ഇവിടെ ഒരുപക്ഷെ അറിവുണ്ടാവില്ല. ആദ്യം ആ പേരൊന്ന് ശ്രദ്ധിക്കുക. ഹരി ഏറ്റുമാനൂർ അല്ല, ഹരിയേറ്റുമാനൂര്. ഹരി ഏറ്റുമാനൂർ എന്നല്ല പേര്, ഹരിയേറ്റുമാനൂർ ഒരു പാട്ടാണ്. ഒരു പാട്ടിൻ്റെ വരികൾ പോലെയല്ലേ ഇത് തോന്നുന്നു, ഈണത്തിലിട്ട്. അപ്പം അങ്ങനെ പേരുള്ള മനുഷ്യനാണിത്. ഒപ്പം ടാഗ് ലൈൻ ഉള്ള അപൂർവ മനുഷ്യരൊരാളാണിത്. നമുക്ക് പേരുകൾക്ക് ടാഗ് ലൈൻ, സിനിമ പേരിനൊക്കെ ടാഗ് ലൈൻ ആകാം, പക്ഷെ വാ തുറന്നാൽ വയലാർ അദ്ദേഹത്തിൻ്റെ ടാഗ് ലൈന്. ഇപ്പൊ ഇത്രയും പറയുമ്പോൾ തന്നെ ആ വിചിത്ര സ്വഭാവിയായ ഒരു കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ കിട്ടുന്നില്ലേ. അദ്ദേഹം നടനാണ്, ഗാനരചയിതാവാണ്, കവിയാണ്, കഥാകൃത്താണ്, ഗ്രന്ഥകാരനാണ്. വയലാറിനെ കുറിച്ച് ഇപ്പോൾ 2ാമത്തെ പുസ്തകം എഴുതിയിരിക്കുന്ന ആളാണ്. മറ്റൊന്നുള്ളത് നമ്മുടെ ജയരാജ് സാർ ഒന്ന് സൂചിപ്പിച്ചു, പല്ലാങ്കുഴി എന്ന സിനിമ ശ്രീ സാംബശിവൻ, അനശ്വരനായ സാംബശിവനെ അവതരിപ്പിച്ച ഒരേ ഒരു സിനിമ, നിറഞ്ഞു നിൽക്കുന്ന അതായത് നായകനായ സിനിമ പല്ലാങ്കുഴിയുടെ നിർമ്മാതാവാണ്. 22ാമത്തെ വയസ്സിൽ സിനിമ എടുത്ത വ്യക്തിയാണ് ഈ ഹരി ഏറ്റുമാനൂര് എന്ന വ്യക്തി. അത് എൻ്റെ ഇപ്പോൾ ജീവിതത്തിലേക്ക് വളരെ നിർണായകമായിട്ട് കടന്നു വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ അടുത്ത നോവൽ അവതരണം എന്നാണ് നോവലിൻ്റെ പേര്. അവതരണത്തിലെ നായകൻ ഹരി ഏറ്റുമാനൂരാണ്, ഈ പല്ലാങ്കുഴിയാണ്, സാംബശിവനാണ്. ഇതെല്ലാം ഉടനെ തന്നെ ചിന്താ ബോക്സിലൂടെ പുറത്തു വരികയാണ് ഈ പുസ്തകം അവതരണം. അപ്പൊ എനിക്ക് വളരെ ഒരു കൗതുകം തോന്നി, ഹരിചേട്ടനോട് അത് പങ്കുവെക്കുകയും ചെയ്തു. കാരണം ഈ ചടങ്ങിലെ എൻ്റെ ദൗത്യം എന്ന് പറയുന്ന അവതരണമാണ്. അതപ്പോൾ 2 രീതിയിലാണ്. കാരണം അവതരണം എന്ന നോവലിലൂടെ ഞാൻ അദ്ദേഹത്തെ ആ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഒപ്പം ഈ ചടങ്ങിൽ അവതരണം, ഈ പുസ്തകത്തിൻ്റെ അവതരണം, എവിടെയൊക്കെയോ വിധിയുടെ ചില പ്രത്യേക നിയോഗങ്ങൾ വന്നു ചേരുന്ന സന്തോഷം അനുഭവിക്കുക. ഇതൊക്കെയാണ് സാഹിത്യത്തിൻ്റെ നമ്മുടെ എഴുത്തിൻ്റെ സന്തോഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും വളരെ പ്രത്യേകതകളുള്ള, സ്വന്തമായിട്ടുള്ള പല രീതികൾ, അഭിരുചികളുള്ള, എഴുത്തിലും വായനയിലും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഹരി ഏറ്റുമാനൂർ എന്ന ആ സർഗപ്രതിഭ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പല കവിതകളും ഗാനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. വളരെ സ്വാഭാവികമാണ് വയലാർ എന്ന് പറയുന്ന നമ്മുടെ അനശ്വരനായിട്ടുള്ള വയലാറിനെ കുറിച്ച് ഇങ്ങനെ ഒരു കൃതി എഴുതാൻ കഴിഞ്ഞു എന്നാൽ 2ാമത്തെ കൃതിയാണ്. ഈ പുസ്തകത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വയലാറിൻ്റെ 51 പ്രണയ ഗാനങ്ങൾ താമസർ, രാജസർ, സാത്വികർ ഇല്ലേ, അങ്ങനെ 3 ഭാഗങ്ങളായിട്ട്. അതായത് സാത്വിക ഗുണമുള്ള പ്രണയഗാനങ്ങൾ ഒരു ഭാഗത്ത്, 2ാം ഭാഗത്ത് ഈ കുറെ കൂടി വിശുദ്ധമായ രീതിയിലുള്ള അല്ലെങ്കിൽ ആർദ്രമായ രീതിയിലുള്ള പ്രണയഗാനങ്ങൾ, അത് രാജസർ എന്ന് പറയുന്ന ആ ഗാനങ്ങളെയാണ് രാജസർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ താമസർ എന്ന് പറയുന്നത് 3ാം ഭാഗത്തില്, ആ ഭാഗത്തിൽ തീർത്തും രതിപ്രധാനമായിട്ടുള്ള ശൃംഗാര രസം വളരെ ശക്തമായിട്ട് നിഴലിച്ച് നിൽക്കുന്ന, പച്ചയ്ക്ക് പറഞ്ഞാൽ കാമത്തിന്റെ ശക്തമായ ബഹിർസ്ഫുരണങ്ങളായിട്ടുള്ള ഗാനങ്ങൾ. അങ്ങനെ 3 ഭാഗങ്ങൾ, അങ്ങനെ ഈ 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് അദ്ദേഹം ഈ പുസ്തകത്തെ വിന്യസിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ വയലാർ കവിതകൾ അത് പല രീതികളിൽ പഠിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശ്രീ ടി.പി. ശാസ്തമംഗലം അദ്ദേഹത്തിന്റെ 1000 പാദസരം എന്ന കൃതി വളരെ സമാഹാരം, അത് അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ പഠിച്ചിട്ടുള്ള ഒരു വലിയ പുസ്തകമാണ്. അപ്പൊ ഇത് മറ്റൊരു രീതിയിൽ നോക്കിക്കാണുകയാണ് വയലാറിന്റെ ഈ കാമുക ഹൃദയം, വയലാറിന്റെ പ്രണയ ഗാനങ്ങൾ. ഇതിലെ ഈ 51 ഗാനങ്ങളും നമ്മൾ എത്രയോ കാലമായി നമ്മളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റി നടക്കുന്ന, ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു ജൻസി കുട്ടികൾ ഒഴികെ ഒക്കെ നമ്മളൊക്കെ തന്നെ ഹൃദയത്തിൽ ഏറ്റി നടന്നിരുന്ന ഗാനങ്ങളാണ്. ഇപ്പോഴും നമ്മുടെയൊക്കെ പ്രണയം എന്ന് പറയുന്നതിൻ്റെ വികാരം അതിന് തീർത്തും മൂർത്ത രൂപമാകുന്ന ഗാനങ്ങളാണ് വയലാറിൻ്റെ ഈ കവിതകൾ എന്നൊക്കെ പറയുന്നത്. അത് ആ കാലഘട്ടത്തിലെ കവികളുടെ എല്ലാം ഗാനങ്ങൾ അങ്ങനെയാണ്. വയലാറായാലും പി ഭാസ്കരനായാലും ശ്രീകുമാരൻ തമ്പി ആയാലും ONV ആയാലും അങ്ങനെയുള്ള വലിയൊരു നിര കവികൾ, അവരുടെയൊക്കെ ഗാനങ്ങൾ എന്ന് പറയുന്നത് അത് സിനിമയിൽ മാത്രം, തിരശീലയിൽ മാത്രം കേട്ട് അല്ലെങ്കിൽ നമ്മൾ ഗാനങ്ങളായി മാത്രം കേട്ട് നിൽക്കുകയല്ലത്. അത് നമ്മുടെ ജീവിതത്തിന്റെ അഭേദ്യ ഭാഗമായിട്ട്, നമ്മുടെ വൈകാരികമായിട്ട് ഒക്കെ നമ്മുടെ തന്നെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ ആ പ്രണയ ഗാനങ്ങളൊക്കെ മാറിത്തീർന്നിട്ടുണ്ട്. അപ്പൊ അതിനെ വളരെ സരസമായിട്ട്, സത്യത്തിൽ ആ വാക്ക് തന്നെ വിശേഷിപ്പിക്കണം, സരസമായിട്ട് ആണ്, വളരെ നർമ്മത്തോടെയാണ് ഹരി ഏറ്റുമാനൂര് അത് വളരെ പല ഈ പാട്ടുകളെ പറ്റിയൊക്കെ ഒരു നർമ്മത്തിന്റെ മേമ്പൊടി ചേർത്താണ് ഇതിലെ അവതരിപ്പിച്ചിരിക്കുന്നത്, അതിലെ പഠിക്കുന്നത്. ചെറു കുറിപ്പുകൾ, ഓരോ ഗാനത്തിനെയും അങ്ങനെയുള്ള ചെറു കുറിപ്പുകളായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ്
ഈ പുസ്തകത്തിലൂടെ നമുക്ക് അതിൻ്റെ വായനയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാനാവുന്നത്. അപ്പോൾ അതിലെ ഗാനങ്ങളെ വയലാർ എന്താണ് ഓരോ പാട്ടിലും ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് മറികടന്നുകൊണ്ട് ഇപ്പോൾ അതിൽ ഇഷ്ടപ്രാണേശ്വരി എന്നൊക്കെ പറയുന്ന ആ പാട്ടിലൊക്കെ പലപ്പോഴും നമ്മൾ അതിനകത്തൊക്കെ ഈ എന്താ പറയുക, അതിൽ ആ ഏതൻ തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിലെ പല വളരെ രതിജന്യമായിട്ടുള്ള രതിപ്രധാനമായിട്ടുള്ള ബിംബങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം നമുക്ക് അറിയാം അത് ഏതൻ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം ഈ കാമുകൻ സ്ത്രീയോട് നടത്തുന്ന പ്രണയാഭ്യർത്ഥനകളും അവളിലേക്ക് വശീകരിക്കാനുള്ള അഭ്യർത്ഥനകളും ഒക്കെയാണ് ഈ ഗാനങ്ങളൊക്കെയും. പക്ഷെ അതിൽ അപ്പോൾ ഏതൻ തോട്ടം എന്ന് പറയുമ്പോൾ അത് പച്ചയ്ക്ക് തന്നെ അത് ഒരു സ്ത്രൈണ ശരീരത്തിന്റെ ഏതൻ തോട്ടം എന്ന് തന്നെ ആ സങ്കല്പം തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ അത് ഹരിയേറ്റുമാനൂര് അതിന് മറ്റൊരു തലം കൂടിയൊക്കെ സമ്മാനിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏതൻ തോട്ടം എന്ന് പറയുന്നത് അവളുടെ ആ പ്രണയത്തിന്റെ അവളിലെ ആ മനസ്സിന്റെ ആ ഒരു പ്രണയ ഭൂമികയും കൂടിയാകാം ഏതൻ തോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് വയലാറിനെ മറ്റൊരു തരത്തിലേക്ക്, ഗാനത്തെ മറ്റൊരു തരത്തിലേക്ക് ഒക്കെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഒരു കുസൃതി കലർന്ന ചിന്തകളാണ്. എന്തു തന്നെയായിരുന്നാലും ഇതിലൂടെയൊക്കെ ഈ രതിയായാലും അതിൻ്റെ സാത്വിക ഭാവമായാലും അതിൻ്റെ രാജസഭാവമായാലും ഈ പാട്ടുകളിലൊക്കെ പ്രണയം എന്ന് പറയുന്നത് അത് വയലാർ എന്ന് പറയുന്ന അനശ്വര കവി എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നുള്ളത് അത് വയലാർ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ പലപ്പോഴും ആവർത്തന വിരസമായിട്ടുള്ള അക്കാലങ്ങളിലെ മലയാള സിനിമകളിലെ ഈ പ്രണയ സന്ദർഭങ്ങൾ പ്രേം നസീറും ഒക്കെ പലവട്ടം ആവർത്തിച്ചിട്ടുള്ള ഒരേ രീതിയിലുള്ള കഥാസന്ദർഭങ്ങളെ എങ്ങനെ ഭാവന കൊണ്ട് മറ്റൊരു രീതിയിലാക്കാം എന്ന ഒരു ചിന്ത അത് പ്രേം നസീർ അനുഭവിച്ചിട്ടുണ്ട്, വയലാർ തൻ്റെ ഗാനരചനാ സന്ദർഭങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും ആ തൻ്റെ സർഗവൈഭവത്താൽ അതിനെയൊക്കെ ആ മാന്ത്രിക വിരലുകളാൽ ഈ ഓരോ ആവർത്തന വിരസമാകാവുന്ന സന്ദർഭങ്ങളെ ആ പദവിന്യാസങ്ങൾ കൊണ്ടും ബിംബകൽപ്പനകൾ കൊണ്ടും ഭാവനയുടെ ശക്തി കൊണ്ടും അത് ഓരോ പാട്ടിനെയും വ്യത്യസ്തമാക്കി തീർത്ത് അതെല്ലാം ഒരു അനുഭൂതിയാക്കി തീർത്ത് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച കവിയാണ് വയലാർ. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഇനി ഞാൻ ഇതിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പേ പറഞ്ഞതുപോലെ അടുത്ത ദിവസം ചർച്ചയുണ്ട്, അപ്പോൾ കൂടുതലായിട്ട് അതിലേക്ക് കടക്കാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗാനങ്ങളിലെ പുതിയ കാലത്തെ മലയാള സിനിമയിലെ ഗാനങ്ങളെയും ഒന്ന് നോക്കേണ്ടതുണ്ട്. അതിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു കവി പറഞ്ഞത്, ഇതിൽ വളരെ പ്രമുഖനായിട്ടുള്ള ധാരാളം പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ ഗാനരചയിതാവ് പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്. അയാൾ പറഞ്ഞത്, വരികളോ വാക്കുകളോ ഒന്നും പ്രശ്നമല്ല, സിനിമാ പാട്ട് എന്ന് പറയുന്നത് അത് ഈണമാണ്, ശബ്ദമാണ്. അതിൽ ആ ശബ്ദത്തിന് വേണ്ട രീതിയിലുള്ള സംഗീത സംവിധായകൻ കൊടുക്കുന്ന ഈണത്തിന് വേണ്ട രീതിയിലുള്ള എന്തെങ്കിലും അവിടെ വെച്ചാൽ മതി. ഇതിൽ പരം സ്വന്തം കലയെ വ്യഭിചരിക്കുന്ന ഒരു കലാകാരനെ കാണാൻ പറ്റില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും. സ്വന്തം കലയെ വ്യഭിചരിക്കുന്ന, കൂട്ടിക്കൊടുക്കുന്ന, കൊലയ്ക്ക് കൊടുക്കുന്ന ഇവരൊക്കെയാണ്, ഇതുപോലുള്ള യുവ കവികളാണ് മലയാള സിനിമയിൽ ഇന്ന് പുതിയ കാലത്ത് നിറഞ്ഞാടുന്നത്. അവിടെയാണ് വയലാറിനെ പോലെയുള്ള ഒരു കവിയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കേണ്ടത്. കാരണം ഈ സംഗീത സംവിധായകന്റെ ശബ്ദത്തിനനുസരിച്ച് അത് കുത്തി നിറയ്ക്കാനുള്ള വരിയിട്ട് കൊടുക്കുന്ന ഇവനെ കവി എന്ന് വിളിക്കാമോ? ഇവൻ ഗാനരചയിതാവാണ്. അപ്പൊ ഇവനൊക്കെ ചിന്തിക്കേണ്ടത് 2 വർഷം കഴിഞ്ഞാൽ ഈ ശബ്ദത്തെ ആരെങ്കിലും ഓർത്തിരിക്കും? ഇപ്പൊ നമ്മൾ 50 വർഷം കഴിഞ്ഞ് വയലാർ കാലയവനികയിലേക്ക് മറഞ്ഞ് 50 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇഴ പിരിച്ചെടുത്ത് ചർച്ച ചെയ്യുകയാണ്. ഇതാണ് ക്ലാസിക്. സാഹിത്യകൃതിയായാലും ഗാനങ്ങളായാലും കവിതകളായാലും ക്ലാസിക് എന്ന് പറയുന്നത് ഇതാണ്. കാലാന്തരങ്ങളിലൂടെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്ത് പുതിയ ഭാവതലങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ് ക്ലാസിക് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ക്ലാസിക്കുകൾ ഇല്ല, ഇനി വേണ്ട എന്ന് പറയുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരികയാണ്. അവിടെയാണ് വയലാറിനെ പോലെയുള്ള ഇത്തരം കവികളെ വീണ്ടും വീണ്ടും നമ്മൾ ഇതേപോലെയുള്ള കൃതികളിലൂടെ വീണ്ടെടുക്കേണ്ടത്. ഈ പുസ്തകത്തിന്റെ പ്രസക്തി അത് പറഞ്ഞറിയിക്കാനാവില്ല. കൂടുതൽ സമയപരിധിയിൽ നിർത്തുന്നു. ഈ ഒരു വേദിയിലേക്ക് എനിക്ക് കിട്ടിയ സ്നേഹത്തിന്, ഇവിടെ ഈ ക്ഷണത്തിന് വളരെ നന്ദി. പുസ്തകത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. മലയാള മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ അമ്മേ നാരായണ ലക്ഷ്മി നാരായണ എന്നെഴുതിയ ഗാനരചയിതാവ് ശ്രീ ഹരി ഏറ്റുമാനൂരിനെ മറുമൊഴിക്കായി ക്ഷണിക്കുന്നു. 4 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഈ ചന്ദ്രമോഹൻ എന്ന് പറയുന്ന ഈ ചേട്ടൻ ഉണർത്തുപാട്ട് ബക്കറിൻ്റെ സിനിമയിലെ നായകനായിരുന്നു. തിരനോട്ടം എന്ന സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൽ ഗമനിച്ചുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ ജ്യേഷ്ഠൻ്റെ ഏറ്റുമാനൂർ ശ്രീകുമാർ എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠനാണ്, ഗാനരചയിതാവാണ്. അദ്ദേഹമാണ്
3 സിനിമകളിലൂടെ 12 മനോഹരമായ പാട്ടുകൾ എഴുതിയത് നിങ്ങൾക്കറിയാം. ഇന്നിത്തീരം തേടും തിരയുടെ പാട്ടിൻ ആ പാട്ടും, മുണ്ടകൻ കൊയ്ത്തിന് പോയേ ഏനൊരു മൂപ്പനെ ആ പാട്ട് എഴുതിയതും, ചം ചച്ച ഛും ചച്ച ഝുമരി ചച്ച ച ആ പാട്ട് എഴുതിയതും, ഏതു നാട്ടിലാണോ കഥയെന്നൊന്ന് അത് ഈ പല്ലാങ്കുഴിയിലെ പാട്ടാണ്. ഇതൊക്കെ എഴുതിയ അദ്ദേഹത്തിൻ്റെ അനുജനാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഈ ചന്ദ്രമോഹൻ ചേട്ടൻ വീട്ടിൽ വരികയും അവിടെ നാടകങ്ങൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് റിഹേഴ്സലൊക്കെ പലപ്പോഴും വീട്ടിലേക്ക് എടുക്കുന്ന സമയത്താണ് ഒരു നടനാകണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് 1974 ഞാൻ ഒരു നാടകത്തിന് വേണ്ടി പാട്ട് എഴുതുന്നത്. 2 പാട്ട് എഴുതി. അങ്ങനെയാണ് പൊതു സമക്ഷത്തിൽ ഞാൻ പൊതു രംഗത്ത് ഗാനരഹിതമായി അടയാളപ്പെടുത്തുന്നത്. അത് എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഉയർമൊഴി പബ്ലിക്കേഷൻസിലുണ്ട്. അത് പാട്ടെഴുത്തിൻ്റെ 50 ആണ്ടുകൾ. അപ്പോൾ അങ്ങനെ ഈ സമയം എന്നെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതിനൊക്കെ എന്നെ ഒരുപാട് പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത 3-4 പേരെ എനിക്ക് ഓർമ്മിച്ചേ പറ്റുള്ളൂ. ഒന്ന് KG സേതുനാഥാണ്, 2 വൈക്കം ചന്ദ്രശേഖരൻ നായർ സാറാണ്, പിന്നെ 1 തിക്കുറിശ്ശി സുകുമാരൻ നായർ സാറാണ്. ഇങ്ങനെ ഇവരുടെ എല്ലാം അനുഗ്രഹങ്ങളും ഒരുപാട് സുഹൃത്തുക്കളുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് എനിക്ക് പാട്ട് എഴുതാൻ പറ്റിയത്. ഞാനൊരു 400-500 പാട്ടെഴുതി അവസാനിക്കേണ്ട ഒരു ഗാനരചയിതാവായിരുന്നു. പക്ഷേ 27 വർഷത്തിന് മുമ്പ് ഞാൻ നിരീശ്വരവാദിയായിരിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയൊരു പാട്ടാണ് അമ്മേ നാരായണ എന്നൊരു പാട്ട്, ചോറ്റാനിക്കരെ പറ്റി. ആ പാട്ട് വൈറലായതിനു ശേഷം ഞാൻ ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും പാട്ടുകൾ എഴുതി 1500ഓളം പാട്ടുകൾ എനിക്ക് എഴുതാൻ പറ്റിയത് ആ പാട്ടാണ് എൻ്റെ ജീവിതഗതിയെ മാറ്റിമറിച്ചത്. ഇന്നും ഞാൻ ആ ഒരു പാട്ടിലൂടെ തന്നെയാണ് അറിയപ്പെടുന്നത്. എവിടെ പോയാലും, ബോംബെ പോയാലും ബാംഗ്ലൂർ പോയാലും എവിടെ പോയാലും ഈ ഒരു പാട്ടിനെ പേരിൽ എന്നെ ആളുകൾ അംഗീകരിക്കുന്നുണ്ട്, ആശംസിക്കുന്നുണ്ട്. അതിന് ഈ പാട്ട് കേട്ട എല്ലാവരെയും ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സമയമില്ല, 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഉയർമൊഴി പബ്ലിക്കേഷൻസ് ആണ് ഈ ഒരു വേദിയിൽ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ വരുന്നത്. അതിന് കാരണഭൂതരെന്ന് പറയാൻ പാടില്ല, കാരണക്കാരനായിരിക്കുന്നത് ഗ്രാമീണനും ഉയർമൊഴി പബ്ലിക്കേഷൻസുമാണ്. അവർക്ക് എല്ലാവരും നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഒരു ഏറ്റുമാനൂർ കോളേജിൽ പ്രസംഗിക്കാൻ വരുമ്പോഴാണ് ജയരാജ് സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ ഞാൻ പലയിടത്തും ഇപ്പോഴും പറഞ്ഞു നടക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞാൻ MLA ആണ്, ഞാൻ ചീഫ് വിപ്പാണ്, പക്ഷേ ഞാനിത് സ്ഥാനം കഴിയുമ്പോൾ ഞാൻ മുൻ MLAയും മുൻ ചീഫ് വിപ്പുമായി മാറും. പക്ഷേ ഞാൻ ആദ്യാവസാനം അധ്യാപകൻ മാത്രമായിരിക്കും. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നു, ഞാൻ അതിൽ അഭിരമിക്കുന്നു. അധ്യാപകനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റു കാര്യങ്ങളെല്ലാം മുൻ ആയിപ്പോകും. അതുകൊണ്ട് ഇത് മുൻ ആകില്ല, മുൻ അധ്യാപകൻ ആരും പറയില്ല എന്ന വാക്കുകൾ എന്നെ വളരെയധികം ഹഠാത് ആകർഷിച്ചു. അതുപോലെ തന്നെ ഒരുപാട് കവിതകളെ, ഗാനങ്ങൾ വിമർശിക്കുന്ന ആളാണ് ഇദ്ദേഹം. എൻ്റെ ജ്യേഷ്ഠനെ ഇദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്, TP ശാസ്ത്രമംഗലം. പക്ഷേ ഞാൻ എഴുതിയ പല പാട്ടുകളും എഴുതുന്നതിന് മുമ്പ് ഞാൻ മനസ്സിൽ ദൈവത്തെ അല്ല കാണുന്നത്, TP ശാസ്ത്രമംഗലത്തിനെയാണ്. കാരണം ഇത് വിമർശനം വരുമോ എന്നൊരു പേടിയുള്ളതുകൊണ്ട് TP ശാസ്ത്രമംഗലത്തിനെ കണ്ടുകൊണ്ടാണ് ഞാൻ പാട്ടുകൾ എഴുതുന്നതുകൊണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ അയച്ചു കൊടുത്ത ഒരു പാട്ട് പോലും അദ്ദേഹം വിമർശിച്ചിട്ടില്ല എന്നുള്ളതും വളരെ സന്തോഷപൂർവ്വം ഞാൻ പറയുന്നു. ഇപ്പം ഞാൻ എല്ലാവരെയും പറ്റി പറഞ്ഞു. വിനു എബ്രഹാം സുഹൃത്താണ്. വിനു എബ്രഹാം ആ ഒരു ചടങ്ങിൽ വന്നപ്പോഴാണ് ഈ പല്ലാങ്കുഴി ഞാൻ പ്രൊഡ്യൂസറാണെന്ന് അറിയുന്നതും അത് എഴുതുന്നതുമെല്ലാം. ഇനി വേറെ 4 മിനിറ്റുകൾ മാത്രം. ആ 4 മിനിറ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. താങ്ക് യു സർ. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സന്തോഷം അറിയിക്കുന്നു.